സ്വാഗതം. നമുക്ക് ഇൻ്റഗ്രേഷൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെടാം. ഫസ്റ്റ് ഇവിടെ തന്നിരിക്കുന്നു ഇൻ്റഗ്രൽ e റൈസ് ടു എക്സ് സൈൻ എക്സ് ഡി എക്സ്. ഇത് ഏത് റൂളാണ്? ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഏത് ഷോർട്ട് ഫോം അറിഞ്ഞിരിക്കണം. ഐ ലേറ്റ് എന്ന ഷോർട്ട് ഫോം അറിഞ്ഞിരിക്കണം. അതിന് ഫസ്റ്റ് ഫംഗ്ഷൻ ഏത്, സെക്കൻഡ് ഫംഗ്ഷൻ ഏതെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ തന്നിരിക്കുന്നത്. ആദ്യം തന്നേക്കണം ഫസ്റ്റ് എന്ന് പറഞ്ഞ് എഴുതാൻ തുടങ്ങരുത്. ഇത് വെച്ച് നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷമേ ചെയ്യാവൂ. അപ്പോൾ ഏതാണ് ഐ എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ് ഫംഗ്ഷൻ അല്ലേ? എല് ലോഗരിതമിക്, എ അരിത്തമെറ്റിക്, ടി ട്രിഗണോമെട്രിക്, ഇ എക്സ്പൊണൻഷ്യൽ. ഈ ക്രമത്തിലെ ഫംഗ്ഷൻ എഴുതാം. അപ്പോൾ ഇതിൽ ഇ റൈസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനാണ്. അത് ലാസ്റ്റ് എഴുതാനുള്ളതാണ്. ടി ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ, അതായത് സൈൻ എക്സ്. അപ്പോൾ ഈ തന്നിരിക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഐ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് സൈൻ എക്സ് ഡി എക്സ്, സൈൻ എക്സ് ഡി എക്സ് എന്ന് എഴുതും. തന്നിരിക്കുന്നതിന് ഐ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് സൈൻ എക്സ് ഡി എക്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇതിനെ ഇനി നമ്മൾ ഷോർട്ട് ഫോം ഉപയോഗിച്ച് മാറ്റുന്നു. അപ്പോൾ ഏതാ വരുന്നത്? ഇൻ്റഗ്രൽ സൈൻ എക്സ് ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് വരുന്നു, സെക്കൻഡ് ഫംഗ്ഷനായിട്ട് ഇ റൈസ് ടു എക്സ് വരുന്നു, ഡി എക്സ് ഇടും. ഇനി നമ്മൾ റൂൾ അപ്ലൈ ചെയ്യാൻ പോകും. എന്താ റൂള്? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു, അതായത് സൈൻ എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഇ റൈസ് ടു എക്സ് ഡി എക്സ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്, അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് ഫസ്റ്റ് ഏതാ? സൈൻ എക്സ് അല്ലേ? ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഇ റൈസ് ടു എക്സ് ഡി എക്സ്. നമ്മൾ റൂൾ അപ്ലൈ ചെയ്തു. ഇനി നമ്മൾ ആൻസർ എഴുതാൻ പോകുന്നു. ആൻസർ എന്താ? സൈൻ എക്സ് അതുപോലെ എഴുതി, ഇൻറ്റു കൊടുത്ത് ഇ റൈസ് ടു എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്തെന്ന് പറഞ്ഞേ? ഇ റൈസ് ടു എക്സിൻ്റെ ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് ആണ്. മൈനസ് ഇട്ടു, ഇൻ്റഗ്രൽ നൊട്ടേഷൻ ഇട്ടു, ഡെറിവേറ്റീവ് സൈൻ എക്സ്. ഡെറിവേറ്റീവ് സൈൻ എക്സ് എന്താ? കോസ് എക്സ് അല്ലേ? അപ്പോൾ കോസ് എക്സ് എഴുതി, ഇൻറ്റു വീണ്ടും ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്, അതായത് ഇ റൈസ് ടു എക്സ് ഡി എക്സ്. ഇൻ്റഗ്രൽ നൊട്ടേഷൻ ഉള്ളതുകൊണ്ട് വീണ്ടും നമ്മൾ എന്ത് കൊടുക്കണം? ഡി എക്സ് കൊടുക്കണം. ഇത് ഐയുടെ വാല്യൂ അല്ലേ കിട്ടിയത്. ഇപ്പൊ വീണ്ടും ഇന്റഗ്രലിനകത്ത് എന്ത് തന്നെ വന്നു? പ്രോഡക്റ്റ് റൂൾ തന്നെ വന്നില്ലേ? അപ്പൊ നമ്മൾ ഒന്നും കൂടി അപ്ലൈ ചെയ്യും. ദാറ്റ് ഈസ് ഐ ഈസ് ഈക്വൽ ടു സൈൻ എക്സ് ഇ റൈസ് ടു എക്സ് അതുപോലെ എഴുതി, മൈനസ് ഇട്ടു. വീണ്ടും ഫസ്റ്റ് ഫംഗ്ഷൻ ഏതാ? കോസ് എക്സ് അല്ലേ? ഫസ്റ്റ് ഫംഗ്ഷൻ കോസ് എക്സ് ഇൻറ്റു എന്ത് വരുന്നു? ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് എന്താ? ഇ റൈസ് ടു എക്സ് മൈനസ്, ഇനി ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? മൈനസ് സൈൻ എക്സ്. കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്, ഇൻ്റഗ്രൽ ഓഫ് മൈനസ് സൈൻ എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഇ റൈസ് ടു എക്സിൻ്റെ ഇ റൈസ് ടു എക്സ്. ഇൻ്റഗ്രൽ നൊട്ടേഷൻ വന്നാൽ എന്തിടണം? ഡി എക്സും ഇടണം. ഇവിടെ നമ്മൾ ഫോമുല അപ്ലൈ ചെയ്തില്ല, ഉത്തരം എഴുതിയതേ ഉള്ളൂ. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമ്മൾ എന്ത് കൊടുത്തിരുന്നു? ഇവിടെ ഇത് കഴിഞ്ഞ് ഇത് പ്രോഡക്റ്റ് റൂളല്ലേ? പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഒരു എന്ത് കൊടുക്കണം? ഡബിൾ ബ്രാക്കറ്റ് കൊടുക്കണം. ഓക്കെ, ഡബിൾ ബ്രാക്കറ്റ്. കാരണം ഈ വെളിയിൽ കിടക്കുന്ന മൈനസ് ഇതിനകത്ത് കിടക്കുന്ന രണ്ട് ഫംഗ്ഷനും ബാധകമാണ്. അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തത്. ഇനി നമുക്കിത് ആൻസർ എഴുതി തുടങ്ങാം. ഐ ഈസ് ഈക്വൽ ടു സൈൻ എക്സ് അതുപോലെ എഴുതി, ഇ റൈസ് ടു എക്സും അതുപോലെ എഴുതി. മൈനസ് കൊണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് വരും? കോസ് എക്സ് ഇ റൈസ് ടു എക്സ് എന്ന് വരും. ഇനി ഈ മൈനസും കൂടെ ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് വരും? പ്ലസ് എന്ന് വരും. അപ്പോൾ പ്ലസ് ഇൻ്റഗ്രലിനകത്ത് വീണ്ടും ഒരു മൈനസ് ഇല്ലേ? ഉണ്ട്. ആ മൈനസ് വെളിയിലിട്ട് കൊടുത്തു. അപ്പോൾ എന്ത് വന്നോ? ഇതിനകത്ത് കിടക്കുന്ന ഇൻ്റഗ്രലിനകത്ത് കിടക്കുന്ന സൈൻ എക്സ് ഇ റൈസ് ടു എക്സ് അല്ലേ? ഈ സൈൻ എക്സ് ഇ റൈസ് ടു എക്സ് അല്ലേ ഐ എന്ന് പറയുന്ന? ദാറ്റ് ഈസ് സൈൻ എക്സ് ഇ റൈസ് ടു എക്സ് നമ്മൾ അതുപോലെ കൊടുത്തു, ഡി എക്സും കൊടുത്തു. അതിന് പകരം നമുക്ക് എന്തെന്ന് എഴുതാം? ഐ എന്ന് എഴുതാം. അപ്പൊ ഇ റൈസ് ടു എക്സ് കോമൺ ആയിട്ട് എടുത്തു, സൈൻ എക്സ് മൈനസ് കോസ് എക്സ് എഴുതി, മൈനസ് എന്തെന്ന് വരുന്നു? ഐ എന്നും വരും. ഇടതുവശത്ത് നമുക്ക് എന്താ കിടന്നത്? ഐ അല്ലേ? ഈ മൈനസ് ഐ ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? 2i ആവൂലേ? അതായത് ഇവിടെ ഉണ്ട് ഐയും, ഈ മൈനസ് ഐ ഇപ്പുറത്ത് വന്നപ്പോൾ പ്ലസ് ഐ ആയി. ഇപ്പം 2i ആയില്ലേ? 2i ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് ഇൻറ്റു സൈൻ എക്സ് മൈനസ് കോസ് എക്സ്. എന്താ കണ്ടുപിടിക്കേണ്ടത്? ഐ അല്ലേ കണ്ടുപിടിക്കാനുള്ളത്? 2 കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്താൽ പോരെ. അപ്പോൾ 1/2 ഇ റൈസ് ടു എക്സ് ഇൻറ്റു സൈൻ എക്സ് മൈനസ് കോസ് എക്സ് പ്ലസ് സി എന്നതാണ് നമ്മുടെ ആൻസർ.
ഉത്തരം കിട്ടിയില്ലേ? ഓക്കെ, നമുക്ക് മറ്റൊരു ചോദ്യവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.